രാജകുമാരി അനസ്തേഷ്യ. ഒരിടത്ത് മഹാനായ കാട്ടിനുള്ളിൽ ഒരു രാജ്യമുണ്ടായിരുന്നു. ടാൻസോങ്ക എന്നു പേരുള്ള. ടാൻസോങ്ക ഒരു ദുഷ്ടനായ രാജാവ് ബോറിസ് എന്ന പേരുള്ളയാളാണ് ഭരിച്ചിരുന്നത്. അയാളുടെ ഭരണത്തിൽ ആൾക്കാർ വളരെയധികം ദുഃഖത്തിലായിരുന്നു. അവരുടെ മുകളിലുള്ള ടാക്സ് വളരെ അധികമായിരുന്നു. ഭടന്മാരാണെങ്കിൽ ദുഷ്ടന്മാരായിരുന്നു. ആർക്കും സംസാരിക്കാനോ എതിർക്കാനോ അവകാശമില്ലായിരുന്നു. പക്ഷേ അതങ്ങനെയല്ലായിരുന്നു എപ്പോഴും. ടാൻസോങ്ക പണ്ട് ഒരു സൗന്ദര്യവും സന്തോഷവും നിറഞ്ഞ ഒരു രാജ്യമായിരുന്നു. അതും അതിന്റെ യഥാർത്ഥ രാജാവായിരുന്ന രാജാവ് റൂബിന്റെ. രാജാവ് റൂബിൻ പ്രജകളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ രാജ്യത്ത് ആൾക്കാരുടെ ജീവിതം കൂടുതൽ സുഖകരം എങ്ങനെയാക്കാം എന്ന പദ്ധതിയിടുമായിരുന്നു. അദ്ദേഹം നല്ലൊരു രാജാവ് മാത്രമല്ലായിരുന്നു, ഒരു നല്ല ഭർത്താവും ഒരു നല്ല അച്ഛനുമായിരുന്നു. അദ്ദേഹം ഭാര്യയെ സ്നേഹിച്ചിരുന്നു. അവരുടെ ഒരേ ഒരു മകളായിരുന്നു അനസ്തേഷ്യ. കാര്യങ്ങളെല്ലാം വളരെ സുഖകരമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ബോറിസ് അപ്പോൾ രാജാവിന്റെ സേനാപതി തലവനായിരുന്നു. രാജാവിനെതിരെ തിരിയാൻ തീരുമാനിച്ചു. വളരെയധികം കുരുട്ടുബുദ്ധിയും വാക്കിൽ സാമർഥ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെയെല്ലാം അയാൾ കയ്യിലെടുത്തു, കൂട്ടത്തിൽ ഭടന്മാരെയും. അങ്ങനെ രാജാവിനെതിരെ അയാൾക്ക് പടപൊരുതണമായിരുന്നു. അതിനയാൾക്ക് അത്രയും സമയം വേണ്ടി വന്നില്ല. കാരണം എല്ലാവരുടെയും ആവശ്യത്തെ അയാൾ ചൂഷണം ചെയ്തു. ശരിയായ സമയം വന്നപ്പോൾ അയാൾ രാജാവിനെ ബന്ദിയാക്കി, റാണിയെയും. എന്നിട്ട് അവരെ തുറങ്കല്ലിൽ അടയ്ക്കാൻ തീരുമാനിച്ചു. നീ ഒരു ചതിയനാടാ! ഇല്ല, ഞാനാണ് ഈ രാജ്യത്തെ പുതിയ രാജാവ്. ഞാൻ മഹാനായ രാജാവ് ബോറിസ്. അനസ്തേഷ്യ, ഓടിക്കോ! ഭടന്മാരെ, രാജകുമാരിയെയും പിടിച്ചു കൊണ്ടുവാ. അങ്ങനെ ഭടന്മാർ രാജകുമാരിയുടെ പിറകെ ഓടി. അപ്പോൾ അവൾക്ക് 5 വയസ്സായിരുന്നു. പക്ഷേ അതിശയം പോലെ രാജകുമാരി മാഞ്ഞുപോയി. കാണാൻ സാധിച്ചില്ല. അവൾ കാട്ടിൽ പെട്ടെന്ന് തന്നെ മാഞ്ഞുപോയപ്പോൾ ദിവസങ്ങൾ കടന്നുപോയി. ഭടന്മാർ പേടിച്ചു. അവർക്ക് രാജകുമാരിയെ കണ്ടുപിടിക്കാനായില്ല. അവർ തമ്മിൽ എല്ലാം ചർച്ച ചെയ്തു. പിന്നെ തിരിച്ചു വന്നു. ബോറിസിനോടെല്ലാം പറഞ്ഞു. മഹാരാജൻ, രാജകുമാരി ഒരു നദി താണ്ടി കടക്കാൻ ശ്രമിച്ചു. അവർ വെള്ളത്തിൽ ഒഴുകിപ്പോയി. റൂബിന്റെ ഒരേ ഒരു സന്തതിയും ഇപ്പോൾ പോയി. ഈ രാജ്യം എന്റേതാണ്. ഞാനാണിപ്പോൾ ഇവിടെ. എന്റേത് മാത്രം. ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു ആന. നിന്റെ പരിശീലനം ഇവിടെ അവസാനിക്കുന്നു. വളരെ നന്ദി മാസ്റ്റർ. ഓർക്കുക ആന, എപ്പോഴെങ്കിലും മോളെ നിനക്ക് സംശയമുണ്ടായാൽ കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടണം. അതെ മാസ്റ്റർ, ഞാനത് ഓർമ്മിക്കും. ശരി, നന്നായി. നീ ഇപ്പോൾ ടാൻസോങ്കയ്ക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു. ഏയ് കുട്ടി, എന്താണ് സഞ്ചിക്കകത്ത്? എന്റെ കൊച്ചു പെങ്ങൾക്ക് വെറും 2 ആപ്പിളാണ്. അവൾക്ക് അതിന്റെ ആവശ്യമില്ല. കമോൺ, എനിക്ക് തരൂ. ഇല്ല, തരില്ല. ഞാൻ ദയവായി, പ്ലീസ്. നിനക്ക് ഇത്ര ധൈര്യമോ? നിന്റെ ശക്തിയും വലിപ്പവും ഒരു കൊച്ചുകുട്ടിയെ പേടിപ്പിക്കാം എന്നാണോ നീ? നീ ആരാണ്? എന്റെ വഴി മാറ്. മതിയാക്കൂ നിന്റെ പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്നത്. നിന്റെ രാജാവിന്റെ അടുത്തേക്ക് തിരിച്ചു പോവൂ. അവനോട് പറ, അവന്റെ ദിവസം അടുക്കാറായെന്ന്. ആ ഭടൻ അവിടെ നിന്നും ഓടി. അനസ്തേഷ്യ കുട്ടിയെ നോക്കി പോകാനായി നടന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നിൽക്കൂ, എന്താണ് നിങ്ങളുടെ പേര്? വാവ്, നിങ്ങളൊരു സൂപ്പർ ഹീറോ ആണ് ഏഷ്യ. സൂപ്പർ ഏഷ്യ. വീട്ടിലേക്ക് പോകൂ കുട്ടി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അനസ്തേഷ്യ രാത്രിയിലേക്ക് മാഞ്ഞുപോയി. വാവ്,
പെട്ടെന്ന് തന്നെ അനസ്തേഷ്യ രക്ഷയ്ക്കായി വരുന്ന കഥ വാർത്തയായി പടരാൻ തുടങ്ങി. രാജ്യത്തിന്റെ ആൾക്കാർ വിചാരിച്ചു അവസാനം അവർക്കൊരു രക്ഷകൻ ഉണ്ടായി എന്ന്. ആരാണവൾ? ഓ, എനിക്കറിഞ്ഞൂടാ. ഞാൻ മുഖം പോലും കണ്ടില്ല. അങ്ങനെ തന്നെ അവൾ കുട്ടികൾക്കിടയിലും ഒരു താരമായി മാറി. ഹേ നോക്കൂ, ഞാൻ സൂപ്പറേഷ്യാണ്. രാജാവിന്റെ അടുത്ത് പോയി പറ അവളുടെ ദിവസം അടുത്തിരിക്കുന്നുവെന്ന്. പെട്ടെന്ന് തന്നെ സൂപ്പർ ഏഷ്യ കഥകൾ വാർത്തകളായി രാജാവിന്റെ അടുത്തെത്തി. ആരാണ് ഈ സൂപ്പർ ഏഷ്യ? അവൻ എങ്ങനെ ധൈര്യം വന്നു എന്റെ ഭടന്മാരെ ആക്രമിക്കാൻ? സർ, അവനല്ല, അവൾ. ഓ, എന്നെ തിരുത്താൻ നിനക്ക് ധൈര്യമോ? ഓ, അതല്ല മഹാരാജൻ, ഞാൻ പറഞ്ഞത് അത് അവനല്ല, അവളാണെന്നാണ്. സൂപ്പർ ഏഷ്യ ഒരു പെണ്ണാണ്. ഒരു പെണ്ണോ? നീ പറയുന്നത് ഒരു പെണ്ണെന്റെ രാജ്യത്ത് ശല്യമുണ്ടാക്കുന്നു എന്നാണോ? മന്ത്രിയും ബോറിസും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾക്കാരുടെ മന്ത്രിയായ, വെറുതെ പേരിന് മാത്രമായ സ്ഥാനം മിസ്റ്റർ ഹറൂട്ടോ അയാളുടെ പിരികമുയർത്തി. ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്നതിൽ നിങ്ങൾ ശ്രമിക്കണം. അഥവാ മിസ്റ്റർ ലോർഡ് നമുക്ക് പറഞ്ഞു തരുവാണെങ്കിൽ അവൾ വരുന്ന യഥാർത്ഥ സമയം അത് നമ്മുടെ പദ്ധതിക്ക് ഒരു സഹായമായിരിക്കും. ഞാൻ യോജിക്കുന്നു. അവൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ വരുവുള്ളൂ. അവൾ ദിവസ സമയത്ത് വരാറില്ല. ഇന്നലെ നമ്മുടെ ഭടൻ ഉച്ചയ്ക്ക് ടാക്സ് വാങ്ങാൻ പോയപ്പോൾ അവന് തോന്നി അവിടെ ആരോ ശ്രദ്ധിക്കുന്നു എന്ന്. പക്ഷേ അവൻ അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ വൈകിട്ട് അവൻ ടാക്സ് പിരിച്ച പണമായി കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവനെ ആക്രമിച്ചെന്ന് കേട്ടു. കുറച്ച് ആഴ്ചകൾ കൊണ്ട് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് കുറെ ഭടന്മാർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവൾ അങ്ങയുടെ ഭാഗത്തെ എല്ലാ ആൾക്കാരെയും ആക്രമിക്കുമെന്ന്. ഒരു ചെറിയ ചിരി മിസ്റ്റർ ഹാരുട്ടോയുടെ മുഖത്തേക്ക് വന്നു. ആ ദിവസം വൈകിട്ട് മിസ്റ്റർ ഹറൂട്ടോ ടൗൺ സ്ക്വയറിന്റെ ശാന്തമായ വഴിയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ആരോ പിറകെ ഉള്ളത് പോലെ എന്ന് തോന്നി. അദ്ദേഹം ചിരിച്ചു. മിസ്റ്റർ ഹറൂട്ടോ അവളുടെ കൈ പിടിച്ച് അവളുടെ കണ്ണിൽ നോക്കി ചിരിച്ചു. അനസ്തേഷ്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. രാജകുമാരി അനസ്തേഷ്യ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്റെ പേരെങ്ങനെ അറിയാം? ഉർസ മേജർ. നിന്റെ ജന്മപാട് നിന്റെ കണ്ണിന്റെ താഴെ ഒരു നക്ഷത്രമാണ് മോളെ. ഉർസ മേജർ. അനസ്തേഷ്യയ്ക്ക് എല്ലാം മനസ്സിലായ പോലെ അവൾ നിമിഷങ്ങൾ കൊണ്ട് കാറ്റുപോലെ പാളി. ഇപ്പോൾ അവൾ മിസ്റ്റർ ഹറൂട്ടോയെ തറയിൽ വീഴ്ത്തിയിരുന്നു. എന്റെ സഹോദരൻ നിന്നെ നല്ലപോലെ പരിശീലിപ്പിക്കുന്നു. അനസ്തേഷ്യ അതിശയിച്ചു പോയി. നീ ഓടി രക്ഷപ്പെട്ട ആ ദിവസം തന്നെയാണ് എന്റെ സഹോദരൻ മിഷിക്കോ താൻസോങ്ക വിട്ടത്. അന്നത് എന്റെ മനസ്സിൽ വന്നിരുന്നു, അവൻ നിന്നെ രക്ഷപ്പെടുത്തുമെന്ന്. പക്ഷെ ഞാൻ ആ ചിന്ത അങ്ങ് വിട്ടുകളഞ്ഞു. പക്ഷെ ഈയിടെ ഞാൻ സൂപ്പർ ഏഷ്യയും രാജകീയ ഭരണവുമായി അവൾക്കുള്ള പകയെക്കുറിച്ച് കേട്ടപ്പോൾ ആ പഴയ ചിന്ത തിരിച്ചു വന്നു മകളെ. അനസ്തേഷ്യ എണീറ്റു. അതുപോലെ തന്നെ മിസ്റ്റർ ഹറൂട്ടോയും എണീറ്റു. നിങ്ങൾ എന്താണ് ഇവിടെ? മിഷിക്കോയും ഞാനും റൂബിൻ രാജാവിനെ സംരക്ഷിക്കാനായി ശപഥമെടുത്തിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അവസാന ശ്വാസം വരെ സംരക്ഷിക്കണം. പക്ഷെ ബോറിസ് എല്ലാം വളരെ ശാന്തമായി പദ്ധതിയിട്ടിരുന്നു. രാജാവിനെയും റാണിയെയും ബന്ദിയാക്കിയപ്പോൾ എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയിരുന്നു. ഒന്നെങ്കിൽ ബോറിസിന്റെ സംഘത്തിൽ ചേരുക, അല്ലെങ്കിൽ ജീവനൊടുക്കുക. ഞാൻ കരുതി അഥവാ ഞാൻ ജീവനോട് കൊട്ടാരത്തിൽ തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ ഒരിക്കൽ എങ്കിലും മോചിതരാക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഞാൻ ബോറിസിന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു. എന്റെ സഹോദരന് എന്റെ ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ടാണ് അവൻ നിന്നെ കൊണ്ടുപോയ താവളം എനിക്ക് ഒരിക്കലും പറഞ്ഞു തന്നില്ല മോളെ. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ രാജാവും റാണിയെയും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവസരം തേടുകയാണ്. പക്ഷെ കിട്ടിയില്ല മകളെ. പക്ഷെ അവസാനം നീ വന്നു. എനിക്കെന്റെ അച്ഛനെയും അമ്മയെയും തുറങ്കലിൽ നിന്നും പുറത്താക്കണം. അഥവാ നിങ്ങൾ അവരോട് കൂറ് കാണിക്കുകയാണെങ്കിൽ ഇതാണ് അതിന് തെളിയിക്കാനുള്ള ശരിയായ സമയം. ഇനി പറയൂ, ഞാൻ എങ്ങനെയാണ് പ്രശ്നങ്ങളില്ലാതെ ബോറീസിന്റെ അടുത്ത് എത്തുന്നത്? കാരണം ഭടന്മാർ അറിഞ്ഞാൽ അവർ എന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കും. എനിക്ക് അതിനായുള്ള ശരിയ പദ്ധതിയുണ്ട് മകളെ.
മിസ്റ്റർ ഹറൂട്ടോ അനസ്തേഷ്യയോട് പറഞ്ഞു എങ്ങനെയാണ് ബോറിസ് എപ്പോഴും ഭടന്മാരുടെ കൂടെയാണെന്ന്. ഒരു ദിവസം മാത്രം അങ്ങനെയല്ല, എന്നാണ് അയാൾ സിംഹാസനം തട്ടിയെടുക്കുന്ന നാടകമാക്കി ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടായിരുന്നു. ബോറിസിന് അയാളുടെ ആൾക്കാരെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അയാളാണ് അവരുടെ മഹാനായ രാജാവെന്ന്. അയാൾ സ്വയം തട്ടകത്തിൽ ഒരു വലിയ യോദ്ധാവായി കാട്ടും, നല്ല നായകനായി കാട്ടും. അയാൾ ആൾക്കാരെ കബളിപ്പിക്കുമായിരുന്നു. അവന്റെ ഒപ്പം വേറെ അഭിനേതാക്കളും വന്നു ചേരുമായിരുന്നു. മിസ്റ്റർ ഹറൂട്ടോ അനസ്തേസിയയോട് നാടകത്തിന്റെ ദിവസവും സമയവും പറഞ്ഞു കൊടുത്തു. അനസ്തേസിയ ചിരിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ സമയമെത്തി. ആൾക്കാർ ആഗ്രഹമില്ലാതെ തട്ടകത്തിന്റെ അടുത്തെത്തി. യോദ്ധാക്കളും മന്ത്രിമാരും മുൻവശത്ത് ചെന്നിരുന്നു. ചെണ്ട കൊട്ടി, തിരശീല ഉയർന്നു, എല്ലാവരുടെയും ആകാംക്ഷയെ തകർത്ത്. ബോറിസിനെ കെട്ടിയിട്ടിരുന്നു. തറയിൽ കിടക്കുകയായിരുന്നു. അനസ്തേഷ്യ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. ഇത് നാടകത്തിലെ രംഗമാണോ? ഹേയ്, അത് സൂപ്പർ ഏഷ്യയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ സംസാരം തുടങ്ങി. അപ്പോൾ തന്നെ മിസ്റ്റർ ഹറൂട്ടോ തട്ടകത്തിൽ വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞിരിക്കുന്നു ബോറിസ് എന്ന രാജാവിന്റെ ഭരണം. കാണികളെ എല്ലാവരും, ഞാൻ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു നിങ്ങളുടെ കാണാതായ രാജകുമാരി, പിന്നെ സിംഹാസനത്തിന്റെ ശരിയായ അവകാശി രാജകുമാരി അനസ്തേഷ്യ. ജനങ്ങൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കാൻ തുടങ്ങി. നിർത്തൂ. നിങ്ങൾ കരുതുന്നോ നിങ്ങൾ ഞങ്ങളുടെ രാജാവിനെ പിടിച്ചു കെട്ടിയാൽ ഞങ്ങൾ ശാന്തമായിരിക്കുമെന്ന്? ഭടന്മാരെ, ഉടനടി പോയി റൂബിനെയും ഭാര്യയെയും വെച്ചിരിക്കുന്ന ആ തുറങ്ക് സംരക്ഷിക്കൂ. അഥവാ നീ ഞങ്ങളുടെ രാജാവ് ബോറിസിനെ മോചിതനാക്കിയില്ലെങ്കിൽ നിന്റെ മാതാപിതാക്കളെ ഞാൻ... ആയിക്കോട്ടെ, ചെയ്തു നോക്കൂ. ഈ മുറിയിലെ എല്ലാ വാതിലും പുറത്തു നിന്നും പൂട്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ അവിടെ മോചിതരായി കാണും. എന്താണ്? ആയുധം താഴെ ഇട്ടിട്ട് അതിനെ ദൂരെ എറിയൂ. പെട്ടുപോയതുകൊണ്ട് ഭടന്മാരും മന്ത്രിമാരും അതേപോലെ തന്നെ ചെയ്തു. അനസ്തേഷ്യ ശൂളമടിച്ചു. നീ എന്നെ ചതിച്ചു. ഇത് ശരിയായ വഴി. ഞാൻ നിനക്ക് പറഞ്ഞു തരണോ നീ എങ്ങനെയാണ് രാജ്യം കയ്യേറിയതെന്ന്? ഞാൻ തന്നെ നിന്റെ പിറകെ വന്നാൽ മതിയായിരുന്നു. എന്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഞാൻ ചിന്തിച്ചു ഒരു പെൺകുട്ടിക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്ന്. അതെ, അതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ബോറിസും അയാളുടെ ആൾക്കാരെയും തുറങ്കലിൽ അടച്ചു. അനസ്തേഷ്യ അച്ഛനെയും അമ്മയെയും ചെന്ന് കെട്ടിപ്പിടിച്ചു. മിസ്റ്റർ ഹറൂട്ടോ സ്വന്തം സഹോദരനെയും കണ്ടുമുട്ടി. അങ്ങനെ രാജ്യത്തെ പ്രജകളും വളരെയധികം വീണ്ടും സന്തോഷിച്ചു. രാജകുമാരി അനസ്തേഷ്യയെ ടാൻസോങ്ങിലെ പുതിയ നേതാവായി ഘോഷിച്ചു. അവളുടെ ഭരണത്തിൽ ആൾക്കാർ വീണ്ടും സന്തോഷിച്ചു. രാവിലെ സമയത്ത് അനസ്തേഷ്യ ഒരു ശാന്തമായ നേതാവാണ്. തീരുമാനങ്ങൾ നിയമത്തിനനുസരിച്ചെടുക്കും. പക്ഷെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവൾ ഒരു ദീർഘശ്വാസമെടുത്ത് അവൾ രാജ്യത്തെ തെറ്റായ ഭാഗങ്ങളിൽ ചെല്ലും. ഒരു ഹീറോയെ പോലെ. സൂപ്പർ ഏഷ്യ. ശുഭം.